വളരെ കൊട്ടിഘോഷിച്ച വിവാഹമായിരുന്നു ഡിംപിളിന്റേതും മേഘ്നയുടേതും. ഇരുവരും സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഡിംപിളിന്റെ സഹോദരനെ മേഘ്നയ്ക്ക് വേണ്ടി ആലോചിക്കാൻ ഡിംപിളിന് ഒരു മടിയും ഉണ്ടായില്ല. എന്നാൽ പിന്നീട് ഈ വിവാഹബന്ധം വളരെ വലിയ രീതിയിൽ വിവാദമാവുകയും ചർച്ചയാവുകയും വിവാഹബന്ധം വേർപെടുകയും ഒക്കെ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള കഥകളൊക്കെ ഉണ്ടായി. എന്നാലും അതിനെല്ലാം മറികടന്ന് പിന്നെയും അഭിനയത്തിലേക്ക് വന്ന് ആ ഡിപ്രഷൻ എല്ലാം കൈകാര്യം ചെയ്യുകയായിരുന്നു മേഘ്ന. ഇപ്പൊ ഹൃദയം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ചെയ്യുന്നുണ്ട് സൂര്യ ടിവിയില്. ആ അത് നടന്നുകൊണ്ടിരിക്കുന്നു. രാത്രി 10 മണിക്കുണ്ട്, കണ്ടോളൂട്ടാ. 10 മണിക്ക്. കട്ട് ചെയ്യാം. ഓക്കെ എന്നാ ശരി. എന്നാ ചേട്ടത്തി കട്ടായി. ഓക്കെ എന്നാ ശരി. ഈ ഇന്റർവ്യൂവിന് വരാൻ ഏക ആകർഷിച്ച കാര്യം രമ്യ നിഖിൽ എന്ന അവതാരകയാണ്. ഞാൻ പറഞ്ഞല്ലോ അതിപ്പോ അടുത്ത ചക്കത്തിലെ ചോദ്യം അതായിപ്പോ ഞാൻ അറിഞ്ഞിട്ട് ചെയ്തതല്ല. ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. പറ്റൂല, എന്നെ ഇഷ്ടം പറഞ്ഞിട്ട് ഒറ്റ കൊട്ടയുള്ളോ. അങ്ങനെ നിക്കട്ടെ. പക്ഷെ അതല്ല, ഞാൻ അല്ലായിരുന്നു എന്നുണ്ടായിരുന്നാലും ഇന്നത്തെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നാൽ തീർച്ചയായിട്ടും മേഘന വരില്ലായിരുന്നോ? അങ്ങനെയല്ലേ ചേച്ചി? വിളിച്ചപ്പോ തന്നെ ഞാൻ ചോദിച്ചു, പാമ്പാണോ മനുഷ്യൻ മേടിച്ചു പോയി? പാമ്പാണോ? പാമ്പല്ലേ? ഇന്നാ റബ്ബർ പാമ്പ്, ഒറിജിനൽ പാമ്പ് പിടിച്ചു തന്നെയാ റബ്ബർ പാമ്പ് കാണിച്ചു. എന്തിനാ കുട്ടി പേടിച്ചേ? എന്തിനാ കിടന്ന് കീറണെന്നറിയില്ലല്ലോ. വല്ലത് ഇടിഞ്ഞു പൊളിഞ്ഞ വീടാലോ. എനിക്ക് പാമ്പിനെ പിടിച്ചിട്ട് ശീലമൊന്നും ഇല്ലല്ലോ. എനിക്ക് അതൊന്നും. ഇതാണെങ്കിൽ സാരിയിൽ കിടക്കണ എന്ത് സാധനം, ഇനി ഇടിഞ്ഞ് താഴത്തേക്ക് പോവാണോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണോ? ഒറിജിനൽ പാമ്പ് പിടിച്ചു തന്നെയാ ഈ റബ്ബർ പാമ്പ് കാണിച്ചു പേടിപ്പിക്കണേ. അല്ല, എനിക്കതല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പേടിച്ച് വരച്ചിട്ടേ അയ്യോ എല്ലാം പേടിച്ചിട്ട് പാമ്പായിരുന്നു ഒന്ന്. പാമ്പിനെ കണ്ടപ്പോ പേടിയേ ഇല്ലെന്നായോ? അങ്ങനെയല്ലേ ചേച്ചി, പാമ്പിനെക്കാട്ടി പേടി മനുഷ്യരെയാ, സത്യം പറയാലോ. ശരിക്കും അല്ലേ? അതെ, അതിനൊക്കെ ഒറ്റ സ്വഭാവമല്ലേ ഉള്ളൂ പാമ്പിന്. മനുഷ്യർ എപ്പോഴാ ഏത് ക്യാരക്ടറായിട്ട് മാറണേ കണ്ടാ ഞാൻ തന്നെ ഇപ്പൊ പേടിപ്പിച്ചില്ലേ വെറുതെ. ഇതിപ്പോ ഈ പാമ്പിനെ പിടിക്കണോ? വെറുതെ അടുത്ത് പാമ്പിനെ പിടിച്ചോണ്ട് അടുത്ത ഡയലോഗ് പറഞ്ഞു. ഓക്കെ. എന്റെ നാഗരാജാവി അതാണോ? അതാണ് ഏതാ ആ ഡയലോഗ്? ആ ഡയലോഗ് പറഞ്ഞു, ചന്ദ്രമഴയിലെ ഡയലോഗ്. എനിക്ക് കാണാപ്പാട് അറിയത്തില്ല, ഞങ്ങൾക്ക് കംപ്ലീറ്റ് പ്രോംപ്റ്റിംഗ് അല്ലേ. അയ്യോ, എന്നാലും അറിയാവുന്ന എന്തെങ്കിലും ഒക്കെ ബാക്കി തന്നെ ഇട്ടോ, കൈ നീട്ടി ഇട്ടോ. വേണ്ട ചേച്ചി, കൈ നീട്ട് പറഞ്ഞോ. എന്നാ വേറെ എന്തെങ്കിലും ഡയലോഗ് ഇട്ടോ. എന്തെങ്കിലും പറഞ്ഞു. പാമ്പിനോട് എന്തെങ്കിലും പറയൂ. ആ പാമ്പിനെ കണ്ടിട്ട് എന്തോ തോന്നുന്നു? പാമ്പിനെ കണ്ടിട്ട് എന്ത് തോന്നാ? എന്നെ കണ്ടിട്ട് എന്തൊക്കെയോ എന്ന് പറഞ്ഞ പോലെ പാമ്പിനെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അതിനെ കണ്ട് എന്തോന്നുന്നത്? ചവിട്ടിയൊക്കെ അടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കുറെ നേരം പിടിച്ചോണ്ടിരുന്നത് ഇതിങ്ങനെ ചുറ്റും, അതിൽ കൂടുതൽ ഒന്നും നീ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. അതെ, കൂടിപ്പോയൊന്ന് നമ്മളെ കൊല്ലും, കടിക്കും, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞേ, അറിയാലോ ഇത് കടിക്കും, ഇത് ചുറ്റും ഒക്കെ അറിയാലോ. മനുഷ്യരെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റൂല. എന്നാലും സമ്മതിക്കണം കേട്ടോ, ആ ഒരു ഇതില് ശരിക്കും ഒറിജിനൽ പാമ്പിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണെന്ന് ഫസ്റ്റ് കേട്ടപ്പോ തന്നെ ഓക്കെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇല്ല പറ്റില്ല സാർ എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയായിരുന്നോ? കട്ടയ്ക്ക് ഇല്ലില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെന്താ വെച്ചാ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഡയറക്ടറിന് അറിയാം നമ്മുടെ എല്ലാവരുടെ ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. എന്താണ് കുട്ടിയുടെ വീക്ക്നെസ്? അതെച്ചാല് എനിക്ക് എന്തെങ്കിലും നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങ് ഡിച്ച് ചെയ്ത് ഒരുപാട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാശി കയറും, നാഗവല്ലിയായി. പിന്നെ ഞാനത് ചെയ്തിട്ടേ അടങ്ങും. അപ്പൊ അങ്ങനെയാണ് സാർ അവിടെ വീഴ്ത്തിയത്. മേഘന, നിനക്ക് പാമ്പിനെ പിടിക്കാൻ പറ്റില്ല. ഭയങ്കര 2-3 ദിവസം സാർ അത് കഴിഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞത്, എനിക്കറിയായിരുന്നു നീ അങ്ങനെ പറഞ്ഞാലേ നീ ചെയ്യത്തുള്ളൂന്ന്. അങ്ങനെ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാല് പിന്നെ എനിക്കത് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു വാശിയാണ്. വാശിയല്ല, അത് എന്നോട് തന്നെ എനിക്ക് പ്രൂവ് ചെയ്യുന്ന പോലെയാ. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലേ, അതെന്താ എനിക്ക് ചെയ്യാൻ പറ്റാത്തെ? അത് അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വേറെ ആരോടും പ്രൂവ് ചെയ്യുന്നില്ല, എനിക്ക് എന്നോട് തന്നെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നും. സ്വന്തം പേരിൽ പുറത്തിറങ്ങുന്ന ട്രോളുകൾ കണ്ട് സ്വയം ചിരിക്കാറുണ്ട്. എങ്ങനെ പറയാ? ചിരിക്കാറുണ്ടെങ്കിൽ യെസ്, ചിരിക്കാറില്ലെങ്കിൽ ഇല്ല. ഫസ്റ്റ് ഇല്ല, ഇപ്പൊ ചിരിക്കും. അതെ, ഓക്കെ ശരി. അപ്പൊ അടുത്ത പക്കം. അങ്ങനെ ഏറ്റവും കൂടുതൽ ചിരിച്ചിരിക്കുന്നത് ഏത് ട്രോൾ കണ്ടിട്ടാ? ചെന്നൈ, മുംബൈ എന്തൊക്കെയാ പറഞ്ഞിരിക്കണേ. അത് പെട്ടെന്ന് ചോദ്യം കേൾക്കുമ്പോ ശ്രദ്ധിക്കാതെ അല്ലേ, അതില് ശ്രദ്ധിക്കാതെ പറഞ്ഞു പോയതല്ലേ. ഇനി നമുക്ക് അടുത്ത പക്കത്തിലേക്ക് പോവാം. ഫസ്റ്റ്, അതായത്
ഞാനിപ്പോൾ പറയുന്ന ഓരോ കാര്യത്തിലും ഫസ്റ്റ് എന്താണ്, ആരാണ് എന്നുള്ള ആളുടെ പേരാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ പേരാണ് അറിയേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സീരിയൽ ഏതാ? ഫസ്റ്റ് സീരിയൽ സ്വാമി ശരണയ്യപ്പ. ഓക്കെ, ഫസ്റ്റ് ഹീറോ? ഓ, ഓർമ്മയുണ്ടോ? ഇല്ലില്ല, അതിന് മുൻപ് ചെയ്തിട്ടില്ല അമ്മ. ചന്ദ്രമഴയ്ക്ക് മുമ്പല്ലേ ദൈവം തന്ന വീട്. അങ്ങനെ ഒരു ഹീറോയിൻ ബേസിൽ ഞാൻ ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ദൈവം തந்த വീടും ഇതുവാ ചന്ദനമഴ, അങ്ങനെയാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹീറോ ബേസിൽ പറയുവാണെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജേഷ്. അതിന് മുൻപാണ് തമിഴ് സുബ്രഹ്മണ്യൻ. ഇല്ലില്ല, തമിഴ് ചെയ്തോണ്ടിരുന്നത്. അവിടെ രാജേഷ് എന്ന് പറഞ്ഞ രാജേഷ്. ഓക്കെ, മലയാളത്തില് സുബ്രഹ്മണ്യൻ അല്ലേ? ആ, ഓക്കെ, ശരി. ഇനി ഫസ്റ്റ് ഇന്റർവ്യൂ ഫസ്റ്റ് ഓർമ്മയില്ല ചേച്ചി. ഓർമ്മയില്ല, ശരി. ഫസ്റ്റ് ഫോൺ കോളോ? ആ, ആദ്യം വന്ന ഫോൺ ഏതാ, ആരുടെയാ, എന്താ, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വന്ന ഫോൺ എടുത്ത ഉടനെ? ആ, അല്ല, ഫസ്റ്റ് ഇപ്പൊ മൊബൈലിലാണെങ്കിൽ, അല്ലാതെ ഇപ്പൊ ലാൻഡ് ഫോൺ ഒന്നും ഓർക്കാൻ പറ്റില്ലല്ലോ. മൊബൈലിൽ ആദ്യം വിളിച്ചത് ആരായിരുന്നു? അമ്മയായിരിക്കും. ആണല്ലേ? പാവം, അമ്മയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. എവിടെ പോയാലും എങ്ങനെ തിരിഞ്ഞാൽ അവള് വിടൂലല്ലോ. ഓക്കെ, ഇനി ഫസ്റ്റ് ലവ് ലെറ്റർ കൊടുക്കുകയായിരുന്നു വാങ്ങുകയായിരുന്നു? ലവ് ലെറ്റർ വാങ്ങുമായിരുന്നു. ആരിൽ നിന്ന്? ആ ലെറ്റർ ആണെന്ന് മനസ്സിലായില്ല. ആരെങ്കിലും പിന്നെ എങ്ങനെ, എന്ത് പറഞ്ഞു, എന്താന്ന് മനസ്സിലായത്? അത് എന്തോ ഇങ്ങനെ തന്നു, അത് എന്താന്ന് മനസ്സിലായില്ല. തുറന്നു നോക്കിയപ്പോഴാണ് ഇതുപോലെ ലവ് ലെറ്റർ ആണെന്ന് മനസ്സിലായത്. ഓഹോ, അത് ആരുടെ ആയിരുന്നു ലവ് ലെറ്റർ? പേര് എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല കേട്ടോ. എന്നാ ഞാൻ പറയാം പേര്. അനൂപോ? അതാരാ? അതൊരാളാണ്, ലവ് ലെറ്റർ തന്ന ഒരാളുടെ പേരല്ലേ അനൂപോ? ആ, അനൂപൊന്നുമില്ല. ഒന്ന് കൂടെ പഠിച്ച ആൾക്കാർ ഇങ്ങനെ മറന്നു പോവോ മേഘന? അനൂപ് എന്ന് പറഞ്ഞൊരാളോ? ആ, മേഘനയുടെ കൂടെ പഠിച്ചേ അനൂപാണ് ഞങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞത്, ഞാനാണ് അവൾക്ക് ഫസ്റ്റ് ലവ് ലെറ്റർ കൊടുത്തതെന്ന്. എനിക്ക് പേരറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് കൺഫേം കൂടെ അറിയില്ല. പഠിച്ച ആളുടെ പേര് അറിയുന്നില്ലെന്നല്ലേ? കൂടെ പഠിച്ച കോളേജ് മേറ്റ് ആയിരുന്നു, ബട്ട് ഒരേ ക്ലാസ്സിലൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ വരാന്തയിലൊക്കെ വെച്ച് കണ്ടിട്ട് അങ്ങനെയുള്ള ഒരു ലവ് ലെറ്റർ ആയിരുന്നു. അനൂപിന്റെ അടുത്ത് സോറി പറഞ്ഞേക്കാം. അനൂപെ സോറി എന്ന് പറഞ്ഞേക്കും. എനിക്ക് ലവ് ലെറ്റർ തന്നിട്ടുണ്ടോ? ഇന്നാണത്, വർഷങ്ങൾക്ക് ശേഷം ഇന്നാണത് ഞാൻ അറിയുന്നത്. സോറി പറഞ്ഞേക്ക്. ലവ് ലെറ്റർ അല്ലേ തന്നെ? ആ, അതെ. ഒരു അല്ല, നമ്മൾക്ക് ആളെ ഓർമ്മയില്ല എന്ന് പറഞ്ഞതിന് സോറി പറഞ്ഞേക്കാനാ പറഞ്ഞത്. ഒരു സോറി അല്ലേ? ഓ, സോറിടോ. ആ, ശരി, ഓക്കെ, വിട്ടേക്കൂ. ഇനി അടുത്ത ചക്കത്തിലെ 10ാമത്തെ ലാസ്റ്റ് ചോദ്യമാണ്. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ചില സൗഹൃദങ്ങൾ പാരയായി മാറിയിട്ടുണ്ട്. പറയാൻ പറ്റുമോ എന്താ ഇൻസിഡന്റ് എന്ന്? തികച്ചും പേഴ്സണൽ. ശരി, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പക്കത്തിലേക്ക് പോവാം. അപ്പൊ പക്കത്തിലെയും ലാസ്റ്റ് ടാസ്ക് ആണ് കേട്ടോ. പ്രാങ്ക്, ഒന്നെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു സെലിബ്രിറ്റീനെ പ്രാങ്ക് കോൾ ചെയ്യണം, ഇപ്പൊ വിളിച്ചിട്ട് അവരെ പറ്റിക്കണം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ ഹാൻഡ് ബാഗിനകത്ത് എന്താ ഉള്ളതെന്നൊന്ന് കാണിച്ചു തരണേ, അത്രേ ഉള്ളൂ. ഹാൻഡ് ബാഗ് ഞാൻ സത്യമായിട്ട് എടുത്തിട്ടില്ല. ഇല്ല, അപ്പൊ പിന്നെ നമുക്ക് ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. ഏത് സെലിബ്രിറ്റീനെ വിളിച്ച് പറ്റിക്കും? ഒരു പ്രാങ്ക് കോൾ. ഗൗരി ഞെട്ടിപ്പോയി. ഞാനിപ്പോ വിളിച്ച കൊറേ നാളായി അവളെ വിളിച്ചിട്ട്. എന്താ ഏതെങ്കിലും ഒരാളെ. ഞാൻ ആരെ വിളിക്ക? നിഖിലിനെയാ? ആ, നിഖിലിനെ വിളിക്കാം. കിട്ടിയാ കിട്ടി. 25. ഹലോ, നമസ്കാരം. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. ആക്ച്വലി ഞാൻ ബാംഗ്ലൂരുണ്ട്. ആ, ആണോ? അല്ല, ഞാൻ എന്താന്നറിയോ ഞാൻ വിളിച്ചേ? ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഞാനൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാ. എന്റെ പേഴ്സ് കാണുന്നില്ല. അത് ആരോ കൊണ്ടുപോയോ എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. ആ, അപ്പോ എനിക്ക് ഇവിടെയാണെങ്കിൽ ഞാൻ ഷോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കുവാ. എനിക്ക് എന്റെ ഫോൺ മാത്രമേ കയ്യിലുള്ളൂ. എനിക്ക് കുറച്ച് കാശ് അയച്ചു തരാൻ പറ്റുമോ? എന്റെ കാർഡും ഇല്ല, ഒന്നുമില്ല. എനിക്കൊരു 5000 വേണമായിരുന്നു. ഹലോ,
കേൾക്കാമോ? എടാ പ്രാങ്ക് ആയിരുന്നു നീ ഞാനൊരു ഇന്റർവ്യൂല് ആക്ച്വലി. എന്നാലും നിന്റെ മനസ്സ് ഞാൻ സമ്മതിച്ചു കേട്ടോ. എന്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നീ ഗൂഗിൾ പേ ഓപ്ഷൻ പോലും നീ ചോദിച്ചില്ലല്ലോ. നീ അയച്ചു തരാന്ന് പറഞ്ഞല്ലോ എന്തായാലും. സീരിയസ്ലി എന്താ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് മനസ്സിന്റെ മൈൻഡിലുണ്ടായിരുന്നു. നിന്നെ പറ്റിക്കാൻ ഭയങ്കര സുഖാണല്ലോ. ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല, ഗൂഗിൾ പേ പോലും ചിന്തിച്ചില്ല. ഓ 50,000 ആണെങ്കിൽ ഇട്ടായിരുന്നില്ലായിരുന്നു അല്ലേ? ഓഹോ ആ ഒരു ഉറപ്പ് അവനുള്ളത് കൊണ്ടാണ്. അതെ കൂടെ രമ്യ ചേച്ചിയാണ് ഇന്റർവ്യൂർ. ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാം. നീ ബിസി ആണോ, ഷൂട്ടിലാണോ? ഓക്കെ ഓക്കെ അപ്പൊ 2 minutes. ഹായ് നിഖിൽ. ഹായ് സുഖാണോ? യാ ഐ എം ഗുഡ്. യാ സുഖാ. ഓക്കെ. ഏയ് വെറുതെ നമ്മള് മേഘനയുടെ അടുത്ത് പറഞ്ഞു ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒന്ന് പ്രാങ്ക് ചെയ്യാനായിട്ട് ഒരു ടാസ്ക് കൊടുത്തു. അപ്പം മേഘന ഇങ്ങനെ ആരെ വിളിക്കും എന്നൊക്കെ ആലോചിച്ചപ്പോ ഫസ്റ്റ് മേഘനയുടെ മനസ്സിൽ ഓക്കെ എന്താണ് നിഖിലിനിട്ടും തന്നെ പണി കൊടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ സമ്മതിക്കണം കേട്ടോ നിഖിൽ, ഞങ്ങൾ എല്ലാരും എന്നാലും ആ ഒരു നല്ല മനസ്സ് തന്നെയാണ് കേട്ടോ, അപ്രീഷിയേറ്റ് ചെയ്യണു. പിന്നെ നിഖിലിന്റെ ഓർമ്മയുണ്ട് ഫസ്റ്റ് നിഖിൽ മലയാളത്തിൽ ഒരു ഇന്റർവ്യൂ തന്നത് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഫസ്റ്റ് ഓർമ്മയുണ്ടല്ലേ? അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാള് പിന്നെ ബിഗ് ബോസിൽ ഇപ്പൊ വന്നു അല്ലേ? അതെ അതെ. അപ്പൊ ആ ഓക്കെ എന്തായാലും ശ്രീതു അല്ലേ ഇപ്പൊ പോയത് ബിഗ് ബോസില് കൂടെ ഉണ്ടായിരുന്നു. ഹലോ ആ ശ്രീതു അല്ലേ ഇപ്പൊ ബിഗ് ബോസിൽ പോയതെന്ന് പറയതേ. ഓക്കെ ഇവിടെ എല്ലാരും പറയും എനിക്ക് നമ്മൾ നേരിട്ട് പരിചയമില്ല, പക്ഷെ ഇവിടെ എല്ലാരും നമ്മുടെ ടെക്നിക്കൽ സൈഡില് നമ്മുടെ ക്യാമറ നമ്മുടെ പ്രൊഡ്യൂസർ ഇവരെല്ലാരും എപ്പോഴും പറയും നിഖിൽ വന്ന ഇന്റർവ്യൂ വളരെ നന്നായിരുന്നു, വളരെ പാവമാണ്, നല്ല ഒരു ചേട്ടൻ, നല്ലൊരു വളരെ നല്ല സംസാരം ഒക്കെ ഇവരെല്ലാരും പറയും, എപ്പോഴും ഇവര് പറയും നല്ല ഒരാളായിരുന്നു എന്ന്. ശരിക്കും എല്ലാവരുടെ അടുത്തും പറയാം കേട്ടോ. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് വെരി ഫേമസ്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് എന്താ നെക്സ്റ്റ് കണ്ടന്റ് എന്താണ് ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആണോ? ഓ ഓക്കെ 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 സന്തോഷം, ഒരുപാട് സന്തോഷം എന്തായാലും. ഓക്കെ നിഖിൽ, അപ്പൊ നമുക്ക് കാണാം ഉടനെ തന്നെ. ഓക്കെ ഒരു ദിവസം കാണാം. ഓക്കെ ശരി ബൈ. താങ്ക് യു. മേഘനയ്ക്ക് ഒന്ന് കൊടുക്കാം. ഒരു സെക്കൻഡ്. അപ്പൊ ഓക്കേടാ. ഓ വേണ്ട എടാ ഞാൻ പറയാൻ വിട്ടോ, ലൗഡ് സ്പീക്കറിലായിരുന്നേ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പാവം. ശരിയാടാ ഞാൻ വിളിക്കാട്ടോ. ബൈ ബൈ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് ചക്കം പക്കം നല്ല രീതിയിൽ കളിച്ചു അല്ലേ? താങ്ക് യു. അല്ലേ? നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നല്ല രീതിയിൽ ആൻസർ ചെയ്തു, ടാസ്ക് സൂപ്പർ ആയിട്ട് ചെയ്തു, ടാസ്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു. നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ മേഘന വിൻസെന്റ് നമ്മൾ ഉടനെ തന്നെ അടുത്ത എന്തെങ്കിലും പരിപാടിയുമായിട്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ താങ്ക് യു മേഘന. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ. ചേച്ചിയുടെയും കൂടെ നല്ലൊരു ഫൺ ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. എനിക്ക് ഐ നെവർ ഫെൽറ്റ് ഒരു ആങ്കർ പോലെയോ എനിക്ക് അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, ക്വസ്റ്റ്യൻസ് പോലെ ഫീൽ ചെയ്തില്ല. നമ്മള് വീട്ടിലിരുന്ന് ചുമ്മാ ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. കുട്ടി ഇത് സ്ഥിരം പറയുന്ന ഡയലോഗ് അത് എനിക്കറിയാം, വേറെ ഇന്റർവ്യൂലും ഞാൻ ഈ ഡയലോഗ് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ. അതെനിക്കറിയാം, മനസ്സിൽ നിന്നുള്ള വാചകങ്ങൾ മാത്രമേ മേഘന പറയാം.